അലർജിയുള്ള ആളുകളോട് പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങൾ. ഈ അലർജിക്ക് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല, അത് നിന്നെയും കൊണ്ടേ പോവുള്ളൂ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. നിന്നെ കൊണ്ടൊന്നിനും പറ്റില്ല, കാരണം എന്ത് ചെയ്താലും അപ്പൊ തന്നെ അലർജിയും തുമ്മലൊക്കെ തുടങ്ങും. നമ്മളും തുമ്മുന്നുണ്ടല്ലോ, ഇതിന് മാത്രം ഇത്രമാത്രം തുമ്മാനും ഇത്ര ക്ഷീണവും ഉറക്കമൊക്കെ ഉണ്ടാവുമോ? ഇത്തരം കുറ്റപ്പെടുത്തലുകളൊക്കെ അലർജിയുള്ള ആളുകൾ എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. അതോടൊപ്പം തന്നെ അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഭയങ്കര മടിയാണ്. മടി കാരണമാണ് അധികം ഈ ക്ലീനിങ് ഒന്നും ചെയ്യാത്തത്. തുമ്മൽ ഉണ്ടാവും അല്ലെങ്കിൽ അലർജി ഉണ്ടാവും എന്ന പേരും പറഞ്ഞിട്ട് മടി കാരണമാണ് ചെയ്യാതിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് അവരെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത്. കാണുന്നവർക്ക് തുമ്മലും മുക്കൊലിപ്പുമായി തോന്നുമെങ്കിലും ഇത് അവർക്ക് ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ആഘാതം വളരെ വലുതാണ്. അലർജിന്റെ ഭാഗമായിട്ട് അവരുടെ ശരീരം എല്ലാത്തിനോടും ഓവറായിട്ട് പ്രതികരിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് കൂടുതലായിട്ട് ഹിസ്റ്റമിൻ പോലുള്ള കെമിക്കൽസ് ബോഡിയിൽ കൂടുതലായിട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ട് ക്ഷീണവും അതുപോലെ തന്നെ എല്ലാത്തിനും ഒരു ആലസ്യവും ഉറക്കം തൂങ്ങിയതുപോലൊക്കെ കാണുന്നത്. അല്ലാതെ പൊതുവെ അവർ മടിയുള്ളവരായിട്ടല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് അത് വളരെയധികം വേദനാജനകമാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് അവരെ വേദനിപ്പിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ എന്താണ് അവരോട് പറയേണ്ടത് എന്ന് സ്വാഭാവികമായിട്ടും ചോദിക്കാം. നമ്മൾ അവരെ ആശ്വസിപ്പിച്ചിട്ടില്ലെങ്കിലും അവരെ കുറ്റപ്പെടുത്താതിരിക്കുക. കാരണം അവർ അത്രയും ഒരു മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക. അവർ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ വീട്ടിൽ ഒരുക്കുക. ഈ വീഡിയോ അലർജിയായിട്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങൾ ഷെയർ ചെയ്യൂ.